ഇപ്പം എനിക്ക് പാസ്റ്റേഴ്സിനോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ചിന്തിക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നമ്മുടെ പ്രസംഗം മാത്രം കേൾക്കുന്ന അല്ല. നമ്മളിടുന്ന ഡ്രസ്സ് അവർ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അവരെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തത്. അപ്പം ഈ ചോദ്യം പാസ്റ്ററെ, നിന്നെ കാണുമ്പോൾ പറഞ്ഞു മനസ്സിലായോ? നീ ഒരു വ്യക്തിയുടെ ചെന്ന് പറയുകയാണ് ദൈവം അനുഗ്രഹിക്കും, ദൈവം നിന്റെ സ്ഥിതി മാറ്റും എന്ന് പറയുമ്പോൾ അവർ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. നിന്നെ നോക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, എന്റെ അനുഗ്രഹം നിന്നിൽ അവർ കാണുമോ? Will they see my glory, my blessing in you? എന്ന ആ ഒരു ചിന്തയാണ് ചെറിയ കാര്യമല്ലത്, അത് ഒത്തിരി മാറ്റിയെടുത്ത ആ നിലവാരത്തിലേക്ക് അല്ലേ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് അതൊരു പാപമായിരുന്നു, അല്ലെ നമുക്ക് ദൈവം തരുന്നതാണ്, ഇങ്ങനെയൊക്കെ പോയെങ്കിലേ ദൈവത്തിൽ നിന്ന് പ്ലീസിങ് ലഭിക്കത്തുള്ളൂ എന്നുള്ള ചിന്താഗതി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ദൈവത്തെക്കുറിച്ച് വചനത്തിലൂടെ പഠിച്ചപ്പോ യേശു ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നു, ഐ നോ മൈ ഫാദർ അല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അപ്പനാണല്ലോ ദൈവം. നമ്മുടെ അപ്പനെ നമ്മൾ അറിയാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ അപ്പൻ ആരാ? നമ്മുടെ ജോലോഷനൊക്കെ എപ്പോഴും ക്രിയേറ്റർ ഓഫ് ഹോൾ യൂണിവേഴ്സ്. അദ്ദേഹം ദരിദ്രനാണെന്ന് നമുക്ക് പറയാനൊക്കെ ഒരിക്കലുമില്ല ദൈവം. പക്ഷെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം, ഇത് ബാലൻസ് ചെയ്ത് നമ്മൾ ചിന്തിക്കണം. പണം നമ്മുടെ അല്ലെ നന്മ നമ്മുടെ യജമാനനാകരുത്, അവിടെയാണ് യജമാനൻ യേശു കർത്താവ്, ഇവൻ ദാസന. അവനെ നമുക്ക് ഉപയോഗിക്കാം, അവനെ നമുക്ക് ദൈവമക്കളാണ് അത് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം ദൈവമാണ്, നമ്മുടെ ഫോക്കസ് എപ്പോഴും ദൈവമാണ്, ദൈവവചനമാണ്. നമ്മൾ ദൈവത്തെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പാസ്റ്ററെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും. നമ്മളെ ഫോളോ ചെയ്യും. പിന്നെ കർത്താവ് പറയുന്നു, ഫസ്റ്റ് സീക്ക് kingdom of God and righteousness, and all these things shall be. അല്ലാതെ ഇതില്ലാത്ത ഒരാള് ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ അത് ഒരു റോങ് ബിബ്ലിക്കൽ ഡോക്ട്രിൻ ആണ്, ഇല്ലേ? അതായത് പണം അല്ലെങ്കിൽ സമ്പത്തെന്ന് മാത്രമല്ല, ഇത് ബേസ്ഡ് വേർഡ് ഓഫ് ഗോഡ്. ദൈവമാണ് നമ്മുടെ മുഖ്യം. ദൈവത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വചനത്തെ ഫോക്കസ് ചെയ്യല്ല, പണമല്ല. പക്ഷെ ഇത് പറയുമ്പോഴേ ഒരിക്കല് പാസ്റ്റർ ടൈറ്റസ്, എൻ്റെ ഒരു മെൻറ്റർ, സ്പിരിച്വൽ മെൻറ്ററാണല്ലോ, പാസ്റ്റർ തോമസ് പി തോമസ് ആണ് സ്പിരിച്വൽ ഫാദർ. അപ്പോൾ ഒരു ദിവസം ഞാനൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ടൈറ്റസ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്തോ ഈ ബ്രദർ വണ്ടിയൊക്കെ എടുക്കാൻ പോകും. അപ്പം നമ്മളിങ്ങനെ ഡിക്ലെയർ ചെയ്തു, പുള്ളിയോട് പറഞ്ഞു പറയണം. ഞാനൊന്നും ആയില്ല പാസ്റ്റർ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര രൂപാന്തരം വരുത്തി. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഒരു ടോപ്പിക്, ഒരു മെയിൻ ടോപ്പിക്ക് തന്നെ, അപ്പം നമ്മൾ അതിൽ കുറച്ച് നിന്നിട്ട് നമുക്ക് പോവാം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവ് വരുന്നിടം വരെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവ് വരുന്നിടം വരെ ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. ഉള്ള സ്റ്റൈലല്ലേ, ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. എടുക്കുക ബ്രദറെ, പോയി. ദൈവം തന്നിരിക്കുക, ഓൾറെഡി ഗിവൺ ടു യു. ഹി ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് ഫോർ ദം, ഓൾറെഡി ഗിവൺ. നടന്നു കഴിഞ്ഞു, ഇറ്റ്സ് ഡൺ. എൻ്റെ പാസ്റ്ററെ, ഞാൻ ഇറങ്ങി തിരിച്ച് അങ്ങനെ ഓർക്കുന്ന ഒരു ഡിസയർ ആദ്യം എടുക്കുന്നു. അതിൻ്റെ EMI ആയിരുന്നു മുഴുവൻ. പക്ഷേ HDFC പറഞ്ഞ് ഇത്രയും ക്ലിയർ ആയിട്ട് ഒരാൾ അടച്ചിട്ടില്ല. അതുപോലെ ദൈവം അതെല്ലാം മുന്നമേ അക്കൗണ്ട് ഒരിക്കലും. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, യേശു ഉപമ പറയത്തില്ലേ പക്ഷേ, മുടിയനായ പ്രോഡിഗൽ സണിന്റെ. അപ്പൊ അവൻ തിരിച്ചു വരുമ്പോൾ മറ്റവന് പ്രശ്നം, ജലസം ഉണ്ടായി. മൂത്തവൻ പറഞ്ഞില്ലേ, നീ ചെങ്ങാതിയോട് ആനന്ദിക്കേണ്ടത് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ലെന്ന്. അറിയാമല്ലോ പ്രശ്ന ഭാഗം. അപ്പൊ ഈ അപ്പൻ പറയുന്നത് എന്തുവാന്നറിയോ, മോനെ, വാട്ട് എവർ ഐ ഹാവ് ബിലോങ് ടു യു, എന്നിലുള്ളതെല്ലാം നിന്റേതാ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ പെർമിഷന് വെയിറ്റ് ചെയ്യേണ്ട അല്ലേ? ഇന്ന് നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ യാചിക്കുന്നവരാണോ അധികാരമുള്ള എടുക്കുന്ന മക്കളാണോ? അതാ പാസ്റ്ററെ. തീർച്ചയായും. പിന്നെ ഒരു കാര്യം കൊണ്ട് പാസ്റ്ററെ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി, പാസ്റ്റർ തന്നെ പാസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇല്ല ഒറ്റയ്ക്ക് ഇറങ്ങി. ആളുകൾ എല്ലാം നമ്മളെ നോക്കുന്നുണ്ട്, നമ്മൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എവിടെ എത്തുമെന്ന്. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്ന് ആളുകൾ എങ്ങനെയാ കാണുന്നത്? അതൊരു ടെസ്റ്റിമണിയാണ് ഈ പണം അല്ലെങ്കിൽ റിച്ചസ് എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ തൊഴിലില് ഞാൻ പാർശ്വല്ല, എൻ്റെ പിതാവിനിപ്പോൾ എൻ്റെ ദൈവം കുറവേതാനും അവസരം വരട്ട് പിന്നീട് സാക്ഷ്യം പറയാം. എൻ്റെ പിതാവ് ഒരു ചിത്രകാരനായിരുന്നല്ലോ, ഓർത്തഡോക്സ് സഭയിൽ ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു. ഞാൻ ദൈവർമ്മ കോളേജിൽ 5 വർഷം പഠിച്ച് ഞാൻ 600-ലധികം എണ്ണച്ചായ ചിത്രം വരച്ച ആളാണ്. അപ്പോൾ എനിക്ക് അന്നത്തെ കാലത്ത് പാർശ്വ പറയാം, നമ്മൾ ഗോകുലോ എന്ന് പറഞ്ഞ ചിട്ടിയിൽ 3 ചിട്ടി എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ, 3 ചിട്ടി എന്ന് പറഞ്ഞാൽ എന്തോ പൈസ അഡ്വാൻസിങ് എടുക്കുമോ, വരുമാനമുണ്ട്. ഇപ്പം എനിക്ക് പത്തനംതിട്ട ഷോപ്പുണ്ടായിരുന്നു, കട സ്റ്റേഷനറിയുടെ ഷോപ്പുണ്ട്.
എനിക്ക് പടം വരയുടെ വരുമാനം, മാതാവ് തിരുമേനി പടം വരച്ചാൽ എങ്ങനെയായാലും അന്നത്തെ കാലത്ത് ഏതാണ്ട് 2005 30,000 40,000 ഇൻകം ഉള്ള ആളാണ്. ഇത് വിട്ട് ഞാൻ സുവിശേഷ കാലത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ മനോഭാവം എന്തോ, എൻ്റെ ഫാദറിൽ ഒരിക്കൽ പറഞ്ഞ് അവൻ നശിച്ചു പോയി, എൻ്റെ അമ്മ പറഞ്ഞവൻ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് അവർ നോക്കുമ്പോൾ ദൈവം ഇന്ന് ക്ഷേമമായി നടത്തുന്നതിൻ്റെ രഹസ്യം ഇല്ലേ, അവർ പറയും എന്നാ സുവിശേഷം എന്ന് പറയും, ഇല്ലയോ? അങ്ങനെ ഒരു കാര്യത്തിൽ ഇല്ലയോ? അത് വേണോ എന്ന് കണ്ട് നമ്മൾ എന്തോ അതിന് പറയുന്ന വേറൊരു തരത്തിലേക്കുള്ളൊരു അതല്ല നമ്മൾ പറഞ്ഞു നടത്തണം. നമ്മളെ നീ കർത്താവിനെ അറിഞ്ഞിറങ്ങി നാളെ തകർന്ന ഒരാൾ തകർന്നവരോടാണോ വരുന്നേ, ജയിച്ചവരോടാണ് വരുന്നത്, അല്ലേ? സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, അതിങ്ങനെയാണ്: ദരിദ്രൻ ജ്ഞാനിയായാലും അവന്റെ ജ്ഞാനം ആളുകൾ കേൾക്കത്തില്ലെന്നാണ് പറഞ്ഞു. മനസ്സിലായോ? ഇപ്പം സമ്പത്തിന് ഒത്തിരി കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചെയ്യാനുണ്ട്, മനസ്സിലായോ? ഒരു സമ്പന്നൻ വന്നിട്ട് 2 കാര്യം പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കും. അല്ല, ഒരിക്കലും ദിവസം ശുശ്രൂഷിച്ചതാണ് അരിമത്യക്കാരൻ ജോസഫാണ് കർത്താവിന്റെ ബോഡി ചോദിക്കാൻ ചെല്ലുന്നത്. തീർച്ചയായിട്ടും രണ്ടുപേരും സാധാരണക്കാരൻ അവിടെ ചെന്നാൽ കൊടുക്കുവോ? പിലാത്തോസ് ബോഡി കൊടുക്കുവോ? മിനിസ്റ്ററാ. അപ്പൊ നമുക്ക് സഭയുടെ ശരീരത്തിന് വ്യത്യസ്തമായ അവയവങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലേ പക്ഷേ? പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ സൂമിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ 2 കാര്യമാണ് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ സാധാരണക്കാരെ വരുന്നത്, അപ്പം ഞാൻ അനുഗ്രഹത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനിങ്ങനെ പറയും. നമ്മുടെ ഒരു കുഞ്ഞിന് ഒരു അഡ്മിഷൻ്റെ ഒരു വിഷയം ഞാനങ്ങനെ പറയാറില്ല. ആർക്കെല്ലാം ഹൃദയത്തിൽ പ്രേരണ ഉണ്ടെങ്കിൽ ചെയ്യാം. സാധാരണ ചെയ്യാനുള്ളൊരു സാഹചര്യം എല്ലാവർക്കും ഇല്ല. ഒരു ആൻറ്റി അതിനൊരു നന്മ കൊണ്ട് തന്നു ഈ കുഞ്ഞിന് വേണ്ടി, വേറൊരു ഫ്യൂണറലിൻ്റെ കൊണ്ട് തന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗാഡ് ബ്ലെസ്സഡ് ഹർ. ദൈവം അവളെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അപ്പൊ അവർക്കെല്ലാം ആഗ്രഹമുണ്ട്. ദേ ആർ ഓൾസോ വില്ലിംഗ് ടു ഗിവ് സംതിങ്, ബട്ട് ദേ ഡോണ്ട് ഹാവ്. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങളിലില്ല? നിങ്ങൾക്ക് തന്നിരിക്കും. മകനെ എന്റേതല്ല, അങ്ങനെയല്ലയോ അവനോട് പറഞ്ഞു. അവൻ ആട്ടിൻകുട്ടി. കാരണം എന്താന്ന് ചോദിച്ചാൽ അവൻ വീട്ടില്ല, പക്ഷെ വീട്ടിലെ ഫാദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പിലെ വന്നിട്ടില്ല. നഷ്ടപ്പെട്ടവന് മോതിരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, എല്ലാം കൊടുത്തു, മാനിച്ചു. പക്ഷെ ഇവൻ വീട്ടില്ല. ഇവന് പിറുപിറുപ്പാണ് പ്രശ്നം. എനിക്ക് കിട്ടിയില്ല. അവനുള്ളത് അവന് അറിയാതെ പോയി. അറിയാമായിരുന്നു, പക്ഷെ ഇവനെ ബന്ധവാ. പക്ഷെ ഫാദർ, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന എൻ്റെ മോനും മോളുവാ. അപ്പൊ ഞാൻ എൻ്റെ പേഴ്സ്, പപ്പ ഞാൻ പേഴ്സിൽ നിന്ന് എടുത്തോട്ട് നിന്നോട് അനുവാദം ചോദിക്കുന്നില്ല. കാരണം അവനറിയാം അവന് മകനാണ്, അല്ലേ? ആ ഒരു ലെവലിലേക്ക് വരേണ്ട ഒരു ആവശ്യകത, അല്ലേ? പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നീട് ഈ മെഗാ ചർച്ചിലേക്ക് ഒരു കാല് വെക്കാൻ, അതായത് സാധാരണ ഒരു കൂട്ടായ്മ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇത്രയും തകർന്നെടുത്ത് നോക്കി, ആദ്യ സമയങ്ങളിൽ കള്ളം കയറി മോട്ടിച്ചു, നിലനിൽപ്പില്ല, പേരിന് എന്തെങ്കിലും ആട്ടെ നോക്കി ഒരു ചർച്ച അങ്ങ് തുടങ്ങും. ആ സ്ഥാനത്തുനിന്ന് ചെങ്ങന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഏതാണ്ട് ഒരു 40 സെന്റ് സ്ഥലത്തിനകത്ത്, 50 സെന്റ് സ്ഥലത്തിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് അവിടെ വന്നു. ദൈവം ഏറ്റവും, പക്ഷെ റിയലി ഐ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം എനിക്ക് അത് ഒത്തിരി സന്തോഷം. നല്ല ഒരു രീതിയിൽ ഒരു ഹാൾ, എനിക്ക് തോന്നുന്നൊരു 100-500 പേർക്ക് അല്ലെ ഇരിക്കാവുന്ന ലെവലിൽ, ഈ ലെവലിലേക്ക് ഈ സ്ഥലം മേടിക്കാനുള്ള മുഖാന്തരവും ഇങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളത് എല്ലാ ഡ്രീമായിരുന്നു. തീർച്ചയായിട്ടും പാസ്റ്റർ, അതൊക്കെ ഒരു ദൈവത്തിന്റെ വലിയൊരു പ്രൊവിഷനാണ്. കാരണം ആ സ്ഥലം മേടിക്കുന്ന സന്ദർഭങ്ങളിലെ ഒരു കാര്യം കൂടെ അത് പറഞ്ഞു അന്ന് തൊട്ടുപോയാൽ മതി. ആളൊന്നോ വ്യക്തികളെ ഒന്നും പറയണ്ട, സാധ്യം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അന്ന് പറഞ്ഞില്ലേ പാസ്റ്റർ അതിനു വേണ്ടി ഒരു രസീത് അടിക്കാനൊക്കെ എന്ന് പറഞ്ഞ് അത് തൊട്ടൊന്ന് പോയി. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ ആ സ്ഥലം വിട്ടു പോയല്ലോ, അടുത്തൊരു ജംഗ്ഷനിലേക്ക്. ആ സ്ഥലത്താണ് ഈ പറഞ്ഞ പോലെ മോഷ്ടാക്കൾ കയറുകയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. ആ സ്ഥലം ഏറിയ വിടേണ്ടതായിട്ട് വന്നു. അടുത്തൊരു ജംഗ്ഷനിൽ പോയി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സഭ വളരാൻ തുടങ്ങി, ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ആഷ്ലി പാസ്റ്റർ പറ്റിയൊരു സ്ഥലം ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ കിടപ്പുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് അത് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വിശ്വാസമില്ല അപ്പോഴും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പുതിയ വിശ്വാസിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സാഹചര്യം നമുക്കില്ല, പിന്നീട് ചിന്തിക്കാം, പെട്ടെന്ന് പുതിയ വിശ്വാസിയല്ലേ, മാത്രമല്ല നമ്മൾ ഫെയ്ത്ത് പ്രീച്ചേഴ്സ് ആണല്ലോ. അപ്പം അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്ററിലെ പറഞ്ഞത് വിശ്വസിച്ചാൽ സാധിക്കും. ചിലപ്പോൾ നമ്മളെ വിശ്വാസത്തിൽ പഠിപ്പിക്കും ചില ഘട്ടങ്ങളിൽ. അപ്പൊ ഞാൻ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പോയി കാണാം. അത് പറഞ്ഞപ്പോഴാണ് ഇച്ചിരി ഇഷ്യൂ ആയ വിഷയമാണെങ്കിലും ടിജോ പാസ്റ്റർ നമ്മുടെ ഹോമിസ്റ്ററോട് പ്രോവസ് ചെയ്യുമ്പോഴേ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സാറേ നടക്കണം, എന്നാലും
നോ ടു പ്രോമസ് ചെയ്ത് അല്ലേ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ പാസ്റ്ററെ അക്രൈസ്തവർക്കാണ് നമ്മളെക്കാളും വിശ്വാസമില്ല. അവർ പറയുന്നത് ഏറ്റെടുക്കില്ല പെട്ടെന്ന് അല്ലേ. 100% നമുക്ക് വിശ്വാസം ഉണ്ടില്ലെന്നല്ല, ഇല്ലെന്നല്ല, പക്ഷെ അവരത് നമ്മൾ ചിലപ്പോൾ ദൈവമേ അത്രയൊക്കെ സംഭവിക്കുമോ എന്നൊരു ചിന്ത നമ്മളിൽ വരും. അന്നത്തെ നമ്മുടെ സാഹചര്യം നോക്കുമ്പോൾ അങ്ങനെ വരും. ഇത്ര ലാൻഡ് പ്രത്യേകിച്ച് MC റോഡിന്റെ സൈഡിൽ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. അതാണ് അവിടെ ലോജിക്ക് പെട്ടെന്ന് കയറി. അപ്പൊ ഈ പുതിയ വിശ്വാസിയും ഇങ്ങനൊരു വാക്ക് അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലേ, കഴുതയുടെ നാവലൂടെ ബിലിയാമിനോട് സംസാരിച്ചത് പുള്ളി വലിയൊരു പ്രോഫറ്റ് അല്ലായിരുന്നു. ബിലിയാം ഒരു പ്രവാചകനായിരുന്നല്ലോ, പക്ഷെ കഴുത എന്താ പറഞ്ഞ പോലെ പുതിയൊരു വിശ്വാസിയുടെ നാവിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. പിടികിട്ടിയോ? അങ്ങനെ ഞാൻ തിരിച്ച് അദ്ദേഹത്തോടെ കൂടെ ഞാൻ ആ സ്ഥലം കാണാൻ ചെന്നിട്ട് അതിന്റെ ഓണേഴ്സിനോട് സംസാരിച്ചു. അങ്ങനെ 1,00,000 രൂപ ദൈവം ഒരു അത്ഭുത വഴി തുറന്നു. അങ്ങനെ അത് അഡ്വാൻസ് കൊടുത്തു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പറയട്ടെ, എല്ലാത്തിലും ഒരു വ്യത്യസ്തനാകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ഡിഫറൻറ്റ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ആളുകളോട് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ വീടുകളിൽ ചെല്ലുക അല്ലെങ്കിൽ റെസിപ്റ്റ് അടിക്കുക, ഇതെനിക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇത് അങ്ങയുടെ പദ്ധതിയാണെങ്കിൽ അങ്ങ് ഇത് ഒരുക്കണം, അങ്ങ് ഇതിനുള്ള നന്മ ഒരുക്കി തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 6 മാസമായി ഒരു വഴിയും കണ്ടില്ല. അഡ്വാൻസ് കൊടുത്തു, 1,00,000 രൂപ കൊടുത്തു. 6 മാസമായി അപ്പൊ അതിനിടയിൽ എനിക്ക് ചില ഓഫേഴ്സ് വന്നു. ഒരു വ്യക്തിനോട് പറഞ്ഞു, വിസ എടുത്ത് തരാം, പാസ്റ്റർ ദുബായിക്ക് പോവാ, നമുക്ക് ചർച്ചകളൊക്കെ വിസിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. വേറൊരു സംഭവം ഉണ്ടായിരുന്നു, നമുക്ക് രസീത് അല്ലെ അങ്ങനെ വല്ല കൊടുത്തല്ലേ, അല്ലെ ഒരു പ്രോസ്പെക്ടസ് തയ്യാറാക്കുക, ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. 6 മാസം കഴിഞ്ഞു. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ അഡ്വാൻസ്, നിങ്ങൾ എന്താ വേണ്ടായോ എന്നൊക്കെ ചോദിച്ചു. ഇച്ചിരി ഹാർഷായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ നേരെ ജോഷി പാസ്റ്ററിന്റെ വീട്ടിൽ ചെന്നു. കാരണം എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടണം. മാത്രമല്ല ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഞാൻ ചിന്തിച്ചേരി എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം സഭ പണിയാൻ പള്ളി പണിയാൻ അച്ഛന്മാരായാലും പാസ്റ്റർമാരായാലും യാത്ര നടത്തുന്നു, പിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചു. ഞാൻ ജോഷി പാസ്റ്ററിനൊക്കെ ചെന്നു. അപ്പൊ പാസ്റ്റർ ബെഡ്റൂമിലോട്ട് വിളിച്ചു. ചെന്ന് പറഞ്ഞ് മുട്ടുമടക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു. അവരെ തിണ്ണക്കിരുത്തി ബെഡ്റൂമിൽ ചെന്ന് മുട്ടുമടത്തിട്ട് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്റെ ഒരു അഭിഷേകമുണ്ട്. ആ സ്ഥലം മേടിക്കുവാൻ ആവശ്യമായ പണം അഭിഷേകം കൊണ്ടുവരും, ആരോടും ചോദിക്കരുത്. Anointing will teach you എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ anointing will bring the money you need. അങ്ങനെയാണ് എന്നെ വിട്ടതും. അതിനുശേഷമാണ് പാസ്റ്റർ, ഞാൻ ആ ഒരു അത്ഭുതം പറഞ്ഞായിരുന്നല്ലോ, ഒരു ഫാമിലിയോട് ദൈവം ഇടപെട്ടു. ഞാനിങ്ങനെ വീട്ടിലൊരു ദിവസം രാവിലെ, അപ്പോൾ സർവീസിൽ ഇങ്ങനെ പറയും, നമുക്കൊരു ചർച്ച് ലാൻഡ് കിട്ടിയിട്ടുണ്ട്, നമുക്കത് മേടിക്കണം, പ്രാർത്ഥിക്കാനേ പറയത്തുള്ളൂ. അങ്ങനെ ഡൊണേഷൻ അങ്ങനെയുള്ളൊരു നിർബന്ധം. പിന്നെ ദൈവാത്മാ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാമെന്ന് പറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഫാമിലിയോട് ദൈവം ഇടപെടുന്നു, ഒരു കുടുംബത്തോട് ദൈവം ഇടപെടുന്നു. അവരങ്ങനെ ഒരു നല്ലൊരു എമൗണ്ടുമായിട്ട് രാവിലെ ഒരു 2007 അവസാനം 8 തുടക്കം എൻ്റെ വീട്ടിൽ വരുന്നു. അവരോട് ദൈവം ഇടപെട്ടത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, അതിനകത്ത് ഫസ്റ്റ് ക്രോണിക്കിൾസ് എന്നാണ്. അവസാന ഭാഗം, ശലോമോൻ ദേവാലയം പണിയാൻ പോകുമ്പോൾ ദാവീദ് തനിക്കുള്ള സ്വർണ്ണവും വെള്ളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മ കൊടുത്ത് ആ ഒരു ഭാഗം ഇടപെട്ട് അങ്ങനെയാണ് അവർ ആദ്യത്തെ ഒരു നന്മ കൊണ്ട് തരുന്നത്. അതിലൂടെയാണ് ലാൻഡിലേക്ക് നീങ്ങുന്നത്. പിന്നെ ദൈവം അത്ഭുതങ്ങളുടെ വഴികളെ തുറന്നു. ഒത്തിരി ദൈവമക്കളെ ദൈവം ഉപയോഗിക്കും. കാരണം പാസ്റ്റർ, ഈ അത്ഭുത വഴികൾ തുറക്കാനുള്ള കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ, അവന്റെ മക്കൾക്ക്, അതായത് ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് ആ ഒരു ചിന്താഗതി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അൺനെസസറി എന്തുവാ ഈ സഫറിങ് അനുഭവിച്ചിട്ടുണ്ട് ഇല്ലയോ പലരും, ഇല്ലയോ? അത് പരിജ്ഞാനമില്ലാതെ എന്റെ ജനം നശിച്ചു പോകുന്നു, പരിജ്ഞാനമില്ല. പ്രോസ്പെരിറ്റിയെ കുറിച്ച്, വെൽത്തിനെ കുറിച്ച് more than 2000 വേഴ്സസ് ഉണ്ട് ബൈബിളിൽ. ഇത് നമ്മൾ ആരും അറിയുന്നില്ല. ഞാൻ ബൈബിള് പഠിച്ചപ്പോഴാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. പിന്നെ എനിക്ക് എന്താ ഭാഷ ആ ഒരു ചിന്താഗതി ജനങ്ങളിലല്ലേ ശുശ്രൂഷയിൽ വന്നത്. എനിക്കൊന്ന പഴയ നിയമങ്ങളിലെ ചില കാര്യങ്ങളാണ് തോന്നുന്നത്. അല്ല, പഴയ നിയമത്തിൽ അബ്രഹാം റിച്ച് അല്ലായിരുന്നു. പാസ്റ്ററെ, ഞാനൊരു വാക്യം പാസ്റ്ററിനോട് ഒന്ന് വായിക്കാം. ഞാനത് എടുത്തു വെച്ചിരുന്നു. അതായത് എബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 24:34 ഏലിയാസർ എബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട് റെബേക്കയുടെ വീട്ടിൽ, ഇല്ലേ? റെബേക്കയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എബ്രഹാമിനെ കുറിച്ച് ടെസ്റ്റിമണി പറയുന്നത് കേട്ടോണം. ദൈവത്തെക്കുറിച്ച് വലിയ അറിവുണ്ടെന്ന് അറിയത്തില്ല റെബേക്കയുടെ വീട്ടുകാർക്ക്, മനസ്സിലാകുന്നുണ്ടോ?
കാര്യം സാറായുടെ സഹോദരനാണല്ലോ ലാബാന്റെ മകളാണല്ലോ റബേക്ക. അപ്പൊ ഏലിയാസർ പറയുന്ന ടെസ്റ്റിമണി കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ ദൈവം തന്ന വചനമാണിത്. അത് ഇങ്ങനെയാണ്, ഉൽപ്പത്തി 24:34 ഏലിയാസർ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ എബ്രഹാമിന്റെ ദാസനാണ്. ഇനി കേട്ടോണം 35 വാക്യം. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു. അവന് അതായത് ദൈവം അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. കണ്ടോ, ദാസൻ പറയുകയാണ് എന്റെ യജമാനനെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന് തെളിവായിട്ട് പറയുന്നത് എന്താ? ഈ സമ്പത്തിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികള് എന്റെ ദേവദാസനെ ദൈവം അനുഗ്രഹിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന തലത്തിലേക്ക് വളരണം അല്ലേ? അത് സഭയുടെ കെട്ടുപണിക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു വിറ്റ്നസ് ആണ്, ഒരു സാക്ഷ്യമാണ്. നമ്മളെ ദൈവം അനുഗ്രഹിച്ചു എന്നതിന്റെ ഒരു അടയാളമാണ്, സൈനാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. നമ്മളെ അനുഗ്രഹിച്ചത് ഒത്തിരി അടയാളം, അതിലൊന്നാണ് പ്രോസ്പെരിറ്റി. ഒത്തിരി ഉണ്ട്. നമ്മളിപ്പം വിശ്വാസത്തിൽ നമ്മൾ റിച്ച് ആണെന്ന് പറയുന്നതും പ്രത്യാശ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു തൂണാണ് അല്ലേ? പക്ഷെ 4 തൂണുണ്ടെങ്കിൽ ഈ ഒരു തൂൺ ആവശ്യമാണ്. അല്ലെങ്കിൽ അല്ലെ പിന്നെ എന്തുകൊണ്ട് ദൈവം പറഞ്ഞു നീ പറഞ്ഞു യു വിൽ ലെൻഡ് ടു ദ നേഷൻസ് ഷാൽ നോട്ട് ബോറോ ഫ്രം എനിവൺ. നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നു അല്ലേ? ഞാനിത് ഓർക്കുന്നൊരു കാര്യമുണ്ട്. പാസ്റ്ററിന്റെ വീട്ടില് ഒരിക്കലും ഫംഗ്ഷൻ നടന്നു. പാസ്റ്ററിന്റെ ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി എനിക്ക് ഓർമ്മയില്ല. അന്ന് പാസ്റ്ററിന്റെ ഫാദർ, മദർ, സഹോദരങ്ങളൊക്കെ വന്നു. എന്റെ 50 years എന്തുകൊണ്ട് അവര് വന്നത്? അപ്പന്റെ മുഖത്തെ സന്തോഷം, ആനന്ദം. 12 വർഷം ഞാൻ വിശ്വാസത്തിൽ പോയെന്ന് പറഞ്ഞ് കയറാതിരുന്ന പിതാവാണ്. ബിക്കോസ് ഗാഡ് ബ്ലെസ്ഡ് ഹിം. പുറം മനുഷ്യൻ നമ്മുടെ ഉള്ളിലെ മാറ്റം അവർക്ക് മനസ്സിലാക്കാൻ പാടാം. നമ്മുടെ ആത്മാവിലുള്ള ചേഞ്ച് ആണല്ലോ ഏറ്റവും വലുത്. അത് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. ആ കാണാൻ പറ്റുന്ന എന്താ? പുറമേ ഉള്ള നമ്മുടെ മാറ്റമല്ലേ, ആ ബ്ലെസ്സിങ് അവര് കാണും. അതിനകത്തൊരു വലിയൊരു ഭാഗം അതല്ലേ? തീർച്ചയായും. അതാ അപ്പൊ ഞാൻ ചോദിച്ചത്, പക്ഷെ ആ ഒരു ആ കൺസെപ്റ്റ്, അതായത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല, അല്ലെങ്കിൽ തുരുത്തിയൂടെ പൊളിച്ചു പോകും. നമ്മുടെ അതുകൊണ്ടല്ലേ അത് കണക്ട് ചെയ്ത് റോമർ 12 റിന്യൂ യുവർ മൈൻഡ് എന്ന് പറയുന്നത് അല്ലേ? മുഴുവൻ വചനത്തിൽ അക്കോർഡിംഗ് ടു ദ വേർഡ് അല്ലേ? ആ ഒരു കാഴ്ചപ്പാടിലാണ് അങ്ങനെ വന്നത് അല്ലേ? പിന്നെ പാസ്റ്റർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പഴയ തുരുത്തിയിൽ നിന്ന് ഈ പുതിയ തുരുത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ പഴയ കൺസെപ്റ്റുകൾ മാറാൻ വലിയ പാടാണ്. യേശു പറയുന്നുണ്ട് പഴയത് തന്നെ നല്ലതെന്ന് അവര് പറയുമെന്നല്ലേ? യേശു പറഞ്ഞല്ലോ പഴയ കുടിച്ച വീഞ്ഞ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അവർക്ക് മാറാൻ ഒരു ആഗ്രഹം കൊണ്ടുണ്ടെങ്കിൽ ദൈവം മാറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഒരു പഴയ കൺസെപ്റ്റിനകത്ത് നിന്നും നല്ല സാമ്പത്തിക നിലവാരമുള്ള കുടുംബമായിരുന്നു. പക്ഷെ ഒത്തിരി തകർച്ച, ഇത് പറഞ്ഞ പോലെ ഒത്തിരി അവർ ബന്ധുക്കോസുകാരാണ്, മനസ്സിലായി, ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകാം. അപ്പം പെട്ടെന്ന് എനിക്ക് ദൈവം തന്ന ഈ റെവലേഷൻസ് അവരോട് പങ്കുവെച്ചു. അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന റെവലേഷൻ, ക്രിസ്തുവിൽ നമ്മെ കാണാനുള്ള റെവലേഷൻ ദൈവം തന്നിട്ടുണ്ട്. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള വെളിപ്പാട്. ഇതൊക്കെ ഞാൻ അവരോടൊക്കെ പങ്കുവെച്ചപ്പോൾ തന്നെ എൻ്റെ അങ്കിള് അവസാനം വളരെ പ്രയാസത്തോട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഏതായാലും ഇറങ്ങി അവിടെ കുടുങ്ങിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യാനാണ്. വിട്ടു പുറത്തോട്ട് വരാൻ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ. പറയുമ്പോൾ ഒരു കാര്യം, ഒരിക്കൽ PG അങ്കിളുമായിട്ട് ഒരാൾ ഇന്റർവ്യൂ എന്നല്ല, ഇങ്ങനെ ഒരു സംസാര മധ്യത്തില് ഇതേ അവിടെ ചെല്ലുമ്പോഴൊക്കെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. ദേശാംശം എല്ലാം ഉണ്ട്, പക്ഷെ ഇവർ അനുഗ്രഹിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്തുവാ? ഈ ദേവദാസൻ അപ്പം ഈ PG അങ്കിള് ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചോ പറഞ്ഞു, അവനെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു സംഭവം കിടപ്പുണ്ട്. എന്താണെന്നറിയോ? എനിക്കിതൊന്നും വേണ്ട, ഇനി ഞാനിത് സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ. ഈ ചിന്തയെ പുള്ളി പൊട്ടിച്ചു. പുള്ളി ആ സ്ട്രോങ് ഹോൾസിനെ ഉണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുള്ളി അവൻ്റെ മേലേക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്തെന്തോ ആ ഒരു ആത്മീയ ഒരു കാഴ്ചപ്പാട്. പിറ്റേ വർഷം PG ഞങ്ങളോട് ചെല്ലുമ്പോൾ പറയുക, ഐ ആം ബ്ലെസ്ഡ്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് വേണ്ടെന്നൊരാൾ പറഞ്ഞിട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല. കിട്ടുമോ? പക്ഷേ ഇവിടവുമായിട്ടല്ലേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഇവിടെ ഇല്ലാത്തൊരു സാധനം നമുക്ക് ദാരിദ്ര്യം പറഞ്ഞു പ്രസംഗിച്ചിട്ട് ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല. ഞാനൊരു ദൈവവേദല്ലാന്ന് എനിക്കിത് വേണം
അല്ലേ? അങ്ങനെയുണ്ട്. പക്ഷെ വചനം വിട്ട് വ്യവസ്ഥ വിട്ട് ഒന്നും ആവുകയും ചെയ്യും അല്ലേ? ലൂക്കോസ് 4 പാസ്റ്റർ അതിന്റെ 8 9 യേശു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിന്റെ 18 വാക്യം. യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടക്കുന്ന അതേ കോട്ടിങ് കർത്താവ് എടുത്തിവിടെ പറയാം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് എന്തുവാണ്? പാസ്റ്റർ ശ്രദ്ധിച്ച് ഇംഗ്ലീഷ് നോക്കുക. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ. ദൈവത്തിന്റെ ആത്മ എന്റെ മേലുണ്ട്. Because he had anointed me to preach the gospel to the poor. ഗോസ്പൽ എന്ന വാക്കിന് ഗുഡ് ന്യൂസ് എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഒരു ദരിദ്രന് വേണ്ട ഗുഡ് ന്യൂസ് എന്താണ്? ഇപ്പൊ ഒരു ദാരിദ്ര്യൻ ഫാസ്റ്റിനെടുക്ക വരും, ആ വ്യക്തിക്ക് വേണ്ട നല്ല വാർത്ത എന്താണ്? അതാണ് ഇപ്പൊ രോഗിക്ക് വേണ്ടത് എന്തുവാ? നല്ലൊരു വൈദ്യൻ. എന്ന് പറഞ്ഞ പോലെ ദരിദ്രന് വേണ്ടത് നീ സമ്പന്നനാകും, നിന്നെ ദൈവം സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കും, നിന്റെ കടഭാരമാ. യേശു പ്രസംഗിച്ചത് അത് തന്നെയാണ്. അപ്പം ജീസസ് ആണ് ആക്ച്വലി ആദ്യത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചർ എന്ന് പറയുന്നത്. ജീസസ് ഒന്നും ദാരിദ്ര്യം പറഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞു, ദൈവം പൗലോസ് ഫിലിപ്പിയിലെ 4-ാം അധ്യായത്തോട് പറയുമ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ദൈവം എനിക്കെല്ലാം നൽകിയിരിക്കുന്ന പറഞ്ഞല്ലേ. പക്ഷെ അല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആദ്യം. അപ്പൊ പോട്ടെ, നമ്മൾ ആ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ ജസ്റ്റ് അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ടെ. അതായത് 2 കൊരിന്ത്യർ, ഇത് പല ആൾക്കാരും തെറ്റിദ്ധാരണകളുണ്ട്. പാസ്റ്റർ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് അനേകർക്ക് ഒരു ബ്ലെസ്സിങ് ആയി തീരണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ബ്ലെസ്ഡ് ആയാലേ പറ്റത്തുള്ളൂ, അല്ലേ? എനിക്കില്ലാത്ത ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 9:11 2 കൊരിന്ത്യർ 9:11 ഇങ്ങനെ ദൈവത്തിനു ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. അവിടെ ആ 2 ചാപ്റ്ററിലും പറയുന്നത് കൊടുക്കുന്ന കാര്യത്തെ കൊടുക്കുന്നതും അനുഗ്രഹിക്കുന്നതും റിസീവ് ചെയ്യുന്നു. ഇവിടെ പൗള് പറയാണ്, നിങ്ങൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചാരിറ്റി ചെയ്യേണ്ടതിന് നിങ്ങളെ ദൈവം സമ്പന്നരാക്കട്ടെ. ദൈവം ദൈവമക്കൾക്ക് നൽകിയ അനുഗ്രഹം, അവന്റെ നന്മകളുണ്ട്. അതൊരിക്കലും ഹൃദയം കൊണ്ട് പോലും അതിനെ വേണ്ടാന്ന് പറയരുത്. ഇപ്പൊ ഗവൺമെന്റ് കിറ്റ് തരുമ്പോൾ ഒരാൾ വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ, അത് നമുക്കുള്ള അർഹതപ്പെട്ടത് അല്ലേ? ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി വരും. അതാണല്ലോ നമ്മൾ ആ തലത്തിൽ പറഞ്ഞത്. പിന്നെ പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഉണർവിനെ കുറിച്ച് തൊട്ടുപോകും. നമുക്കറിയാമല്ലോ ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും പാസ്റ്റർ, ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്കൊരു സ്വപ്നത്തിലൂടെ ഒരു ഏഞ്ചൽ വെളിപ്പെട്ടു, ദൂതൻ വെളിപ്പെട്ടിട്ട് ഇന്ത്യയുടെ മാപ്പ് എനിക്ക് കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഫോക്കസ് ഇന്ത്യയാണ്. എന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ റിവൈവലിന് വേണ്ടിയാണ്. അപ്പം ഞാൻ പാസ്റ്ററോട് പറയും, ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഉള്ളത് ഇന്ത്യയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഒരു കാലത്ത് അമേരിക്കൻ രാജ്യങ്ങളിലായിരുന്നു, പിന്നീട് ഇത് ആഫ്രിക്കയിലേക്ക് മൂവ് ചെയ്തു. ആ ഒരു മൂവ് ഇന്നും ആഫ്രിക്കയിലുണ്ട് കേട്ടോ, നല്ലൊരു മൂവ് തുടങ്ങിയത്. പിന്നീട് എന്താ പറയുന്നത്, അവിടെ ഉണ്ട് അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറെ കൂടെ മാസമായിട്ട് ഇപ്പം ആഫ്രിക്കയിലാണ് ഒരു അസാധാരണ ചലനം നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യം ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അവിടെ പലയിടങ്ങളിൽ. പക്ഷെ ഇപ്പം ഇന്ത്യയിൽ അസാധാരണമായ ഒരു ചലനം നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അതിന്റെ ഭാഗമാകുന്നതിന്റെ എന്താണ് നമ്മുടെ പ്രാർത്ഥന തലങ്ങൾ എങ്ങനെ? പാസ്റ്റർ, ഒന്ന് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള പ്രൊഫസീസ് ഉണ്ടല്ലോ, യേശു കർത്താവിന്റെ വരവിന്റെ മുന്നേ ഈ ഏഷ്യൻ രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ റിവൈവൽ കാണാൻ പോകുന്നത്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ അസാധാരണ ചലനം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, പെന്തക്കോസ്തിന്റെ ആദ്യത്തെ അനുഭവത്തെ സ്വീകരിച്ചതും കേരളമാണ്. കേരളത്തിൽ നിന്നാണല്ലോ നമുക്കറിയാം ചരിത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൂടുതൽ സ്വീകരിച്ചതും ഒക്കെ കേരള മലയാളികളാണ്. അതുകൊണ്ടാണ് ആദ്യ ക്രൈസ്തവ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷ വേലയ്ക്കായി പലയിടം നോർത്ത് ഇന്ത്യയിലെ ലോകഭാഗത്തേക്ക് പോയത് മലയാളികളാണല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നമ്മൾ വലിയൊരു മൂവ് ഉണ്ടാവും. ഇന്നിപ്പോ നോർത്ത് ഇന്ത്യയിൽ ചില പ്രതിസന്ധികൾ ചിലയിടങ്ങളിൽ ഉണ്ടെങ്കിലും ഒരു പ്രവചനം കിടപ്പുണ്ട്. അതുകൊണ്ടല്ലോ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഞ്ചാബിൽ ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെയൊക്കെയുള്ള ചില സഭകളിലൊക്കെ ഒരു ഞായറാഴ്ച തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്
കൂടി വരും. അതുപോലെ ഹൈദരാബാദിൽ പാസ്റ്റർ സതീഷ് കുമാറിന് ആ ചർച്ചിൽ പോകാനും വിസിറ്റ് ചെയ്യാനും അദ്ദേഹത്തെ കാണാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കുടുംബമായിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നു, നമുക്ക് ഇനിയും ദൈവം ഉണർവിന് ഉപയോഗിക്കുന്നത് കാണുന്ന ന്യൂജൻ ചർച്ചസ്, അതായത് പുതിയ തുരുത്തിയാണ് ദൈവം പ്രതീക്ഷിക്കുന്നില്ല, കാഴ്ചപ്പാടുകൾ അങ്ങനെ ദൈവം ചെയ്യുള്ളൂ അല്ലേ. 100% ന്യൂ ജനറേഷൻ ചർച്ചസിന്റെ കാലമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഒരു കാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരെ ഉപയോഗിച്ചു, അടുത്തൊരു തലമുറയിലേക്ക് ഇത് കൈമാറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ അവിടെ നിന്നു, അന്നത്തെ ആ ഒരു അനുഭവം അവിടെ ആ ഹാളിലായിട്ട് അല്ലെങ്കിൽ അവിടായിട്ട് ഒതുങ്ങിപ്പോയി, പുതിയൊരു തലത്തിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥന എഴുതുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, 2030 ആകുന്ന കാലഘട്ടം വരുമ്പോഴേ ദൈവം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ എല്ലാം തകർത്ത് കാഴ്ചപ്പാടുകളിലേക്ക്. ഇന്ന് പെന്റക്കോസ് പാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പെന്റക്കോസ് സഭകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിദേശങ്ങളായിരിക്കുന്ന എല്ലാവരും ന്യൂജൻ ചർച്ചസിലേക്ക്. ഇന്നലെ എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരി സ്റ്റേറ്റിലാണ്, ഇങ്ങനെ വിളിച്ച കൂട്ടത്തിൽ പറഞ്ഞു, റാണി ഇങ്ങനെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ചർച്ചിലേക്ക് അവർ താല്പര്യമില്ല, അവർ ഇംഗ്ലീഷ് ചർച്ചസിലാണ് പോകുന്നത്. അവർക്ക് ഒത്തിരി നിർബന്ധങ്ങൾ, നിയമങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്ന് ന്യൂ ജനറേഷൻ ഒത്തിരി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊരു ഉണർവ്, അവർക്കൊരു ഫ്രീഡം വേണം. ആ ഫ്രീഡം പാപത്തിനല്ല, ദൈവത്തെ ആരാധിക്കാൻ അല്ലേ. അപ്പം അങ്ങനൊരു ദൈവം ഇനി ഉപയോഗിക്കുന്നതും ഇനി ഒരു കാഴ്ചപ്പാടിൻ്റെ തലത്തിലേക്കുള്ള സഭകളെയാണ് ഇല്ലേ, കാരണം ദാഹിക്കുന്നവർ. ന്യൂജൻ ചർച്ചസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ആ പാസ്റ്റേഴ്സ് ഒരു സ്ഥലത്തേക്ക്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാനിടയിൽ തീർന്നു, ഞങ്ങളെപ്പോലുള്ള പാസ്റ്റേഴ്സൊക്കെ ഒരു നമ്മൾ ട്രാൻസ്ഫറിലൂടെ അല്ല പോകുന്നത്, ഒരു ഓർഗനൈസേഷൻ അല്ല നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്ഥലത്ത് ആത്മഭാരത്തോടാണ് പോകുന്നത്. പാസ്റ്റർ ഇപ്പം പുത്തങ്കാവിൽ ആത്മഭാരത്തോടാ, അല്ലാതെ ഒരു സംഘടന പാസ്റ്റർ നിയമിച്ചതല്ല, പറഞ്ഞ ഒരു വിഷനോട് അവിടെ പോകുന്നത്. ദർശനത്തെയാണ് ദൈവം കാണുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ മൂവിന് നമ്മളൊക്കെ 100% പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യർ ഇവിടെ ഇല്ലല്ലോ. മനുഷ്യന്റെ നിയമങ്ങളോ പാരമ്പര്യങ്ങളോ അതിനെ നിയന്ത്രിക്കുന്നില്ല. അതല്ലേ അപ്പോസ്തലൻ പ്രവൃത്തി പറയുന്ന പരിശുദ്ധാത്മാവ് ഇടാത്തൊരു നുകങ്ങൾ ജനങ്ങളുടെ മേൽ ഇടാൻ അന്നത്തെ സഭ അവരെ യെരൂശലേമിൽ പോയി അവർ പറയുന്നില്ലേ. അപ്പം അത് വേണ്ട, ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല, ദൈവമായിരിക്കണം സുപ്രീം. അങ്ങനെ ഏൽക്കുന്നിടത്തോട്ടാണ് ദൈവത്തിന്റെ ഈ ഫ്ലോ ഒഴുകുന്നത്. അങ്ങനെ ആ ദൈവം ഉപയോഗിക്കുന്നു. ഞാൻ എപ്പോഴും എന്റെ സഭയെ പറയാറുണ്ട്, നിങ്ങളിവിടെ വരുന്നത് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്, മറ്റൊന്നും നിങ്ങളെ സ്വാധീനിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ആരാധിക്കുക, പ്രാർത്ഥിക്കുക, ക്രിസ്തുവിൽ വളരാൻ ശ്രമിക്കുക, വചനം കേൾക്കുക. പറഞ്ഞു മനസ്സിലാകും. അപ്പൊ ഞാനത് പാസ്റ്റർ പറയുമ്പോൾ തന്നെ ഞാൻ ചില വിഷയങ്ങളൊക്കെ നമുക്കറിയാം, ഈ കാലയളവിൽ ഒത്തിരി ചർച്ചാ വിഷയം നമ്മളതിന് തൊടുന്നില്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ദൈവവചനത്തെക്കാൾ അധികം പുറമേ ഉള്ളതിന്, അതായത് പാരമ്പര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ യേശു പറഞ്ഞില്ലയോ, നിങ്ങളുടെ ആചാരം കൊണ്ട്, നിങ്ങളുടെ കാര്യം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ദുർബലപ്പെടുത്തുക. ഇനി അടുത്തൊരു കാലയളവിലേക്ക് വരുമ്പോൾ ദൈവവും അവൻ്റെ നീതി, സ്വയനീതിയല്ല, ദൈവത്തിൻ്റെ നീതിക്കും ദൈവരാജ്യത്തിനും പ്രാധാന്യം കൊടുത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും ഉണർവുണ്ടെന്നും മെഗാ ചർച്ച എന്നോ അല്ലെ ദൈവത്തിൻ്റെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തെന്നും എണ്ണത്തിൽ അവർ പെരുകിയെന്നും ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു വർധനവൂടെ പ്രതീക്ഷിക്കുന്ന, വേണം ഇങ്ങനെ പറയാം, കർത്താവിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ കാഴ്ചപ്പാട് ഉള്ള ലെവലിലേക്ക് യേശുവിന്റെ കൺസെപ്റ്റ് തന്നെ ഒരു മെഗാ ചർച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പോലെ 5000 പേര് 10000 പേര് കുറഞ്ഞത്. ആദ്യത്തെ സഭ തന്നെ സ്ഥാനപ്പെടുത്തി എത്ര പേര്? 3000 പേര്. പിന്നെ കാണുന്ന 5000, പിന്നെ ബഹുപുരുഷാരം എന്നാണ് കാണുന്നത്. പറഞ്ഞ മനസ്സിലായി പാസ്റ്ററെ? മാത്രമല്ല എന്നെ സ്വാധീനിച്ചൊരു വാക്കുണ്ട് പാസ്റ്ററെ. ഇപ്പം യേശു ഈ ഭൂമിയിൽ വന്ന ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയല്ലേ? സർവ്വജാതിക്ക്, സകല മനുഷ്യർക്ക് വേണ്ടിയല്ലേ? അല്ലാതെ ഒരു 30 പേർക്ക് വേണ്ടിയാണോ? ഒരു 1000 പേർക്ക് വേണ്ടിയാണോ? അല്ലല്ലോ, ഇല്ലേ? യേശു ജീവൻ കൊടുത്ത ആർക്ക് വേണ്ടിയാണ്? ലോകത്തുള്ള സകല മാനവജാതിക്ക് വേണ്ടി. അവരെല്ലാം കൃപയിലേക്ക് വരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഒരിക്കലും ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷെ ദൈവം എനിക്ക് അതിനെ തോന്നുന്നൊരു വെളിപ്പാട്, ചെറിയൊരു ഡിനോമിനേഷൻ, അതായത് ചെറിയൊരു കൂട്ടായ്മയും ഒരു 100 പേര് 50 പേരാണെന്നില്ല, അവരെ ശ്രദ്ധിച്ച് അവരെ വളർത്തി പത്യോപദേശത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ മുറിക്കകത്ത് ഈ സ്റ്റുഡിയോയിൽ പാസ്റ്ററെ ഈ സ്റ്റുഡിയോയ്ക്ക് വേണ്ട ലൈറ്റ് മാത്രം മതിയല്ലോ. ഇതിന് ഡബിൾ ആണെങ്കിൽ ഈ ലൈറ്റ് വേണോ? ഇത് മതിയാവോ? വലിയ മെഗാ ചർച്ച് എന്തുമാത്രം വളരുന്നു, അതിനനുസരിച്ചുള്ള അഭിഷേകവും ദൈവശക്തിയും
ദൈവ നിറവും അതിൽ വർദ്ധിക്കുക. ഒരു ചെറിയ ഗ്രൗണ്ടിൽ ക്രൂസൈഡ് നടന്ന പോലാണോ ബെന്നിങ്ങിനൊക്കെ നടന്ന വലിയ പാസ്റ്റർ ബെന്നിങ്ങിൻ നടന്ന വലിയ ക്രൂസൈഡുകൾ എന്ന് പറഞ്ഞ പോലെ എന്തുമാത്രം വളർന്നു. നമ്മുടെ ലീഡർഷിപ്പ് ശക്തിപ്പെടും അല്ലേ, അഡ്മിനിസ്ട്രേഷൻ അതിന്റെ കാര്യങ്ങളാകും, എല്ലാം ആ കെയർ കിട്ടും എന്നുള്ളതാണ് അല്ലേ. അത്രയും ആത്മാക്കൾ കർത്താവിനെ അറിയില്ല, കർത്താവിനെ അറിയുക. പുറത്ത് നിൽക്കുന്നവരാണ് ഈ കൃപയിലേക്ക് വരുന്നത് അല്ലേ. മെഗാ ചർച്ചിന്റെ പ്രത്യേകത അതല്ലേ. പക്ഷേ ഈ നഷ്ടപ്പെടുന്ന തലമുറയെ കുറിച്ച് എന്താ പക്ഷേ അവരെ എങ്ങനെ നമുക്ക് ഒത്തിരി നമുക്കല്ല മദ്യം മയക്കുമരുന്ന് നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനാന്ന് തോന്നുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പൊ തുഫാൻ എന്ന് പറഞ്ഞ അതിന്റെ ഒരു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ നഷ്ടപ്പെടുന്ന തലമുറയെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലവ്, സ്നേഹത്തിലൂടെ നമുക്ക് ചെറുപ്പക്കാരെ. കാരണം ഒരിക്കലൊരു അമ്മ എൻ്റെ ചർച്ച വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോൻ ഇതുപോലെ കഞ്ചാവും ഇതുപോലുള്ള ഒത്തിരി പ്രശ്നത്തിലൂടെ അവൻ കടന്നുപോയാണ്. സോ അദ്ദേഹം ആ സഹോദരി ചില നാളുകൾ കടന്നു വന്നു ചർച്ച വന്നപ്പോൾ ഒരു ദിവസം എന്നോട് വന്നത് ഇങ്ങനെ പറഞ്ഞു, സോ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കണം. അങ്ങനെ ഞാൻ രാവിലെ അവരുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. അദ്ദേഹം ഡോർ തുറന്നപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ പുറകെ കൂടെ ഇറങ്ങിയാൽ കൂടി. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ രാത്രി ചെന്നു രാത്രി ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഇവൻ തന്നെ തുറന്നത്. ഞാൻ പെട്ടെന്ന് കയ്യെ കയറിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പോലെ പറഞ്ഞു. ഈ ഒരു വാക്ക് അവനെ സ്പർശിച്ചു. അതായത് അവനോട് നീ വാടാ സ്നാനപ്പെടണോടാ നിന്നെ ഞാൻ കൗൺസിൽ ചെയ്യാനാ വന്നെന്നൊന്നും പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പല പാസ്റ്റർമാര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനോട് നേരത്തെ ഇടപെട്ടിട്ടുണ്ടാകും. പക്ഷെ അവരുടെ രീതി വ്യത്യസ്തമായ ഒരു അപ്രോച്ച്, വ്യത്യസ്തമായ അപ്രോച്ച്, സ്നേഹത്തിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ 100% നമുക്ക് ഈ തലമുറ നേടിയതും അങ്ങനെയാണല്ലോ. ഫലമല്ലേ, ചുങ്കക്കാരുടെയും പാവകളുടെ കൂടെയും ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളുടെ ഗുരു എന്തോ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വന്നത് അത് രോഗികൾക്കാണ്, വൈദ്യനെ കൊണ്ട് ആവശ്യം അല്ലേ, മനുഷ്യപുത്രം വന്നത്. ആ ഒരു സമീപനം അല്ലേ. ഇന്ന് കുട്ടികൾ ഒത്തിരി ഭാരപ്പെടുന്നത് ഈ പറഞ്ഞ സ്നേഹമില്ലായ്മ. കാരണം ഇന്നത്തെ മാതാപിതാക്കളൊക്കെ ഒത്തിരി ബിസിയാണ്. അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കെയറോ ലവോ ഒന്നും അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് പല കുട്ടികളും ഇന്ന് ഡ്രഗ്സിലേക്കും ഒക്കെ പോകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആദ്യ പിതാക്കന്മാരും സഭകളും നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നൊരു നിബന്ധന ഉണ്ടാണ്. പക്ഷെ ഇന്ന് ന്യൂജൻ കൺസെപ്റ്റിലേക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക അല്ലേ. നിങ്ങൾ കുഴപ്പക്കാരാണല്ലോ, നിങ്ങൾ വന്ന് ശുദ്ധീകരണം പ്രാപിക്കുക അല്ലേ. അതായത് അവരെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിലൂടെ സഭ ശരിക്കും പറഞ്ഞ പാസ്റ്റർ ഒരു ഹോസ്പിറ്റൽ അല്ലേ അല്ലേ. അവിടെ വരുന്നവര് ആ വിടുതൽ പ്രാപിച്ച് അവിടെ നിന്ന് പോവാ, യേശുവിനെ സ്വീകരിച്ച് പോവാ. പക്ഷെ പിന്നെ അതുപോലെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പാസ്റ്ററിന്റെ ആത്മീയ പിതാവേ പാസ്റ്റർ ജോഷി എന്ന് പറഞ്ഞല്ലോ, അപ്പം അദ്ദേഹത്തിന് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി സ്വാധീനിച്ച ശുശ്രൂഷയിൽ എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട 2 വ്യക്തികളിൽ ഒന്ന് ഞാൻ പറഞ്ഞത് എന്റെ ചെറിയ പ്രായങ്ങളിൽ ബ്രദർ സുരേഷ് ബാബുവിന്റെ മെസ്സേജുകളും എന്റെ ഫാദർ സുരേഷ് ബാബുവിന്റെ വലിയ 2 ക്രൂസൈഡ്സ് ഒക്കെ 2-3 ക്രൂസൈഡ്സ് ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്, താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാധീനം ആ സമയത്ത് എനിക്കുണ്ടായി. അതിനുശേഷം പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏറ്റവും പ്രധാനമായി എൻ്റെ ആത്മീയ പിതാവാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വൈഫിൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അവരുടെ പ്രെയർ ലൈഫ്, അവർ രണ്ടുപേരുടെയും പ്രാർത്ഥന, കുടുംബജീവിതം, എൻ്റെ വൈഫിൻ്റെ പേരൻസിൻ്റെയും എൻ്റെ പേരൻസിൻ്റെയും ഫാമിലി ലൈഫ് എന്നെ ഭയങ്കര സ്വാധീനിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ അങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ യൂത്ത് ചർച്ചിലോട്ടും യൂത്ത് ചർച്ച് പാസ്റ്റർ പഠിപ്പിക്കുന്നൊക്കെ പറയും. പക്ഷെ വീട്ടിൽ അവര് ആ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നില്ലയോ ആ പ്രാർത്ഥന, അത് ഭയങ്കര ഒരിക്കലും അവരുടെ ലൈഫ്. ഒരിക്കലും പാസ്റ്റർ മെമ്മോറിയസിന്റെ മക്കള് പാസ്റ്റർ ജോൺസൺ അവർ പറഞ്ഞായിരുന്നല്ലോ, പല ഗസ്റ്റ് പാസ്റ്റേഴ്സ് അവിടെ വരും. അവരുടെയൊക്കെ ലൈഫിലൊപ്പറും എൻ്റെ ഡാഡി അങ്ങനെ പ്രാർത്ഥന അതാണ് ഞങ്ങളെ സ്വാധീനിച്ചത് വരാനായിട്ട് അല്ലയോ. അങ്ങനെ പാസ്റ്ററിനെ സ്വാധീനിച്ചിട്ടുണ്ട് പിതാവിന്റെയും മാതാവിന്റെയും പ്രാർത്ഥന ജീവിതം. അതോടൊപ്പം തന്നെ എൻ്റെ ആത്മീയ പിതാവ് ജോഷി പാസ്റ്റർ, അദ്ദേഹം എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും അങ്ങനെയായിരുന്നു. വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് എന്നെ കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് ആലപ്പുഴ വന്ന് പാസ്റ്റർ സഭ തുടങ്ങിയ ആ ഒരു ആരംഭകാലം തന്നെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് ആ ഉയർച്ചയുടെ ഘട്ടങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പാസ്റ്ററിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ, എൻ്റെ വൈഫിന്റെ ബിഷപ്പ് മനു മേനോൻ, എൻ്റെ വൈഫിന്റെ ഡെലിവറൻസ് ആണ് കേരളത്തിൽ അറിയപ്പെട്ട ഭൂതശാന്തി ശുശ്രൂഷകനും രോഗശാന്തി ശുശ്രൂഷകനും. അപ്പം എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒരു 2.5 വർഷത്തോളം എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ കൂടെ യാത്ര ചെയ്തു. അതിന് ഭയങ്കര കാഴ്ചപ്പാട് മാറ്റി. മാത്രമല്ല
ഭൂതശാന്തി ശുശ്രൂഷ, അത് അങ്ങനെ രോഗശാന്തി ഒരു impartation അവിടെ ഇമ്പാർട്ടേഷൻ കൊണ്ടായിട്ടുണ്ട് ചേട്ടനിലൂടെ. അപ്പം ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബവും. ഓക്കെ പക്ഷേ നമുക്ക് സമയക്കുറവുണ്ട്. ഈ മിനിസ്ട്രിങ്ങനെ പോകുമ്പോൾ തന്നെ കുടുംബം എങ്ങനെയുണ്ട്? സ്വീറ്റി വൈഫ് എങ്ങനെ? വളരെ സന്തോഷം. ഞാൻ എന്നോട് ഒപ്പമാണ്. പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ഈ ചെങ്ങന്നൂർ വന്ന സമയത്ത് ഞാൻ നേരിട്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെ കൂടെ. അതുപോലെ മക്കള്, വൈഫിനുള്ള ഗിഫ്റ്റ് എന്തോ ദൈവം കൊടുത്തേക്കുന്നത്? വൈഫ് പ്രെയർ ചെയ്യും, അതുപോലെ മെസ്സേജ് എടുക്കും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. കുഞ്ഞുങ്ങളിൽ ആർക്കെന്തെങ്കിലും കോളിംഗ് ഉണ്ടോ പ്രത്യേകിച്ച്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മോള് അഡ്മിൻ, ചർച്ചിന്റെ അഡ്മിനിസ്ട്രേഷൻ അവളാണ് നോക്കുന്നത്. മോനും അവർ രണ്ടുപേരും മെസ്സേജസ് എടുക്കും. മോനാണെങ്കിൽ ഡ്രമ്മറാണ്, ഡ്രമ്മിങ് ചെയ്യും. അതോടൊപ്പം തന്നെ മിനിസ്ട്രിയിൽ രണ്ടുപേരുടെ കുഞ്ഞുങ്ങളുടെ വലിയ സപ്പോർട്ട് എനിക്കുണ്ട് എപ്പോഴും. സന്തോഷകരമായ കുടുംബജീവിതം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയുടെ നടുവ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സോഫയിൽ നിന്ന് ഇങ്ങനെ കരയുകയാണ്. കാരണം അതുപോലൊരു പ്രതിസന്ധി ഞാൻ നേരിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ രണ്ടുപേരും എൻ്റെ രണ്ട് വശത്ത് വന്നിരുന്നു. എന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് എൻ്റെ കൈ കയറി പിടിച്ചിട്ടുണ്ട്. ഡാഡി, ആരൊക്കെ ഡാഡിയെ വിട്ടുപോയാലും ഞങ്ങൾ ഡാഡിയുടെ കാണും, ബി സ്ട്രോങ്, ഞങ്ങൾ കൂടെ കാണും. അതൊക്കെ അല്ലേ നമുക്ക് എപ്പോഴും ബലമാണ്. അതുപോലെ എൻ്റെ ആത്മീയ മക്കൾ, സഭയിലുള്ള എൻ്റെ ആത്മീയ മക്കൾ വളരെ ഫെയ്ത്ത്ഫുള്ളായി പ്രാർത്ഥിക്കുന്ന, ഒത്തിരി പ്രതികൂലങ്ങൾ വന്നപ്പോഴും കൂടെ നിന്ന് നമ്മളെ ജെന്യൂൺ ഫേക്ക് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലേ? പക്ഷെ അപ്പോൾ അതുപോലെ വലിയ പ്രതിസന്ധിയുടെ ഒക്കെ പോയപ്പോഴേ നമുക്കറിയാമല്ലോ, ചാനലുകളിലാണേലും ഒക്കെ നമുക്ക് എതിരായ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും പാഷന് അറിയാം സത്യമേ വിജയിക്കത്തുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അല്ലേ? അതായത് ഈ അടുത്തിടയിൽ ഞാൻ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഷാജു പാലിയോടാന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പല ദൈവദാസന്മാരെ കുറിച്ച്, അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാവാലം പാഷനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ പലരുടെയും ജീവിതത്തിൽ അവർ നിലനിൽക്കുന്ന കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സത്യത്തിന് വേണ്ടി നിന്നെന്ന് കണ്ടപ്പോൾ എന്തിനാണ് അവരെ വിമർശിക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് വന്നു അല്ലേ? തീർച്ചയായിട്ടും കർത്താവ് പറയുന്നതുകൊണ്ട് നമുക്ക് ദോഷം പ്രവർത്തിക്കുന്നതിനെല്ലാം അനുഗ്രഹിക്കുക, ബ്ലെസ് ചെയ്യുക. കാരണം അവരറിയാതാണ്. നാളെ ഈ സ്നേഹം അവരറിയുമ്പോഴും അവർ ഈ മാനസാന്തരപ്പെട്ട് ഈ സ്നേഹത്തിലേക്ക് വരാൻ തയ്യാറാകും. ഉറപ്പായിട്ടും. എന്നെ കേൾക്കുന്ന ജനമേ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഈ ചാനൽ ശ്രദ്ധിക്കുന്ന പ്രിയ പാസ്റ്റർ ആഷ്ലിയുമായിട്ടുള്ള അല്പം സമയമെടുത്തെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹം ഇറങ്ങിത്തിരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടവണ്ണം പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി അദ്ദേഹത്തെ സൗഖ്യമാക്കി. ശുശ്രൂഷയിലെ കഠിനമായ ശോധനകൾ, ആ പിതാവ് ജോലിയും സാഹചര്യങ്ങളും വിട്ടിറങ്ങിയപ്പോൾ എങ്ങനെ ജീവിക്കും? പക്ഷേ അദ്ദേഹത്തിന് ആ സന്ദർഭങ്ങളിൽ ഒരു യൗവനത്തിൽ, അതായത് വളർന്നു വരുന്ന ഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ട ആ ഒരു ഭദ്രത പലപ്പോഴും, പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത ലഭിക്കാതിരുന്നപ്പോൾ ദൈവം അദ്ദേഹത്തിൽ ഇടപെട്ടു. നീ ഒരു ദൈവപൈതലാണെങ്കിൽ നിനക്ക് ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവും അനുഭവങ്ങൾ ഒരു വലിയ കാഴ്ചപ്പാടോടെ വിശ്വാസത്തോടെ ചെങ്ങന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥലം വാങ്ങുവാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ചെങ്ങന്നൂരെ ഒരു ഏറ്റവും നല്ലൊരു ചർച്ചായിട്ട് ഇന്നത് മുന്നേറുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, വലിയൊരു കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ജനങ്ങളിലേക്ക്, ധാരാളം പേരിലേക്ക് ഇത് എത്തിച്ചേരുവാൻ സഹായിക്കട്ടെ. വീണ്ടും ഇനി അടുത്ത ഒരു കാര്യമായി, ഒരു വ്യക്തിയുമായി കടന്നു വരുന്നതിനും വരെ സ്വർഗത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ഫോർ ജോയിനിങ് ദിസ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.